വീഡിയോയിൽ പറയുന്നത് ഈ 4 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഞാൻ സുബീഷാണ്, RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും RupeeMonk എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. RupeeMonkന്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ പല ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളുകളാണ്. ഉദാഹരണമായിട്ട് ജോലി കിട്ടിയിട്ട് കുറച്ച് സമയമായിട്ടുള്ള ആളുകൾ, അതുപോലെ ഒരു വിവാഹപ്രായത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വിവാഹം ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അതല്ല കുറച്ച് പേര് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഏകദേശം സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതല്ല 50 വയസ്സിനൊക്കെ മേലിൽ റിട്ടയർ ആവാനോ അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ആളുകൾ. ഇങ്ങനെ 4 ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ ഒരു പരിധി വരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഈ 4 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. വളരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ ഈ 4-5 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് തന്നെ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം, നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കണം, എങ്ങനെ കിട്ടിയ വരുമാനത്തിനെ കൃത്യമായിട്ട് പരിപാലിക്കണം, അതെങ്ങനെ വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ സാമ്പത്തിക തട്ടിപ്പുകളിലോ അല്ലെങ്കിൽ നോട്ട് തട്ടിപ്പ് പരിപാടികളിലോ പോൺസി സ്കീമുകളിലോ ഒക്കെ ചെന്ന് വീഴുന്നത്. അങ്ങനെയുള്ള ആളുകളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിനായിട്ട് വളരെ സ്റ്റെപ്പുകൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എങ്കിലും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. ആദ്യമായിട്ട് പറയുന്നത് ഒരു 22 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ആളുകളെ പറ്റിയിട്ടാണ്. പഠനമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി ഉള്ള ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത്. ഒരു 22 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കടങ്ങൾ വരുത്തി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. കടങ്ങൾ വരുത്തി വെക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കയ്യിൽ കിട്ടുന്ന പണത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. തുടക്കക്കാരായിട്ടുള്ള ഒരു ജോലി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ ശമ്പളം അല്ലെങ്കിൽ ചെറിയ വരുമാനമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു വരുമാനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുന്നത് നമ്മളുടെ ഡേ 1 മുതൽ, ആദ്യത്തെ ദിവസം മുതൽ തന്നെ ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി മാറുകയും അത് നമ്മളുടെ ഓവറോൾ ഫിനാൻഷ്യൽ ജേർണിയിൽ നമ്മളെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പേഴ്സണൽ ലോണുകൾ എടുക്കുന്നതിലേക്ക് പോകും, നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ ഡെറ്റുകളിലേക്ക് പോകും, അങ്ങനെ പലതരത്തിലുള്ള കടങ്ങളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ആ കടങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജോലി കിട്ടിയാൽ ഉടനെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ ചെറിയ രീതിയിലെങ്കിലും അടച്ചു തീർക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും ഈ എഡ്യൂക്കേഷൻ ലോണിനെ അത്ര കാര്യമായിട്ട് നോക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റുകൾ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോണുകൾ എഴുതി തള്ളുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചില പ്രത്യേക ലോണുകൾ പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇനി അടയ്ക്കേണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ എങ്ങനെ വന്നാലും നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസ അത് പലിശയോടുകൂടി തിരിച്ചടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എപ്പോഴെങ്കിലും അത് വേണ്ട എന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഭാവിയിൽ ബാധിക്കാനുള്ള സാധ്യത. നമ്മൾ എന്ത് പ്രശ്നത്തിനാണ് പെടാൻ പോകുന്നത് വെച്ചാൽ നമ്മളുടെ പാൻ കാർഡ് കൊടുത്തിട്ടുള്ള ഒരു ലോൺ കൃത്യമല്ലാത്ത രീതിയിൽ ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സിബിൽ സ്കോറിനെ ബാധിക്കുകയും നമ്മൾ ഭാവിയിൽ എടുക്കാൻ പോകുന്ന ലോണുകൾ കിട്ടാതെ വരിക, കിട്ടുമെങ്കിൽ തന്നെ കൂടിയ ഇൻട്രസ്റ്റ് റേറ്റിൽ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് 22 മുതൽ 30 വയസ്സ് വരെ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഇൻകം കുറവായിരിക്കും. പക്ഷേ പലതരം ജോലികൾ ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് ഉള്ള ജോലി തന്നെ കൂടുതൽ മെച്ചത്തിൽ ചെയ്യുന്നതിനായിട്ട്, കൂടുതൽ ഉയർന്ന വരുമാനത്തോടുകൂടി ചെയ്യുന്നതിനായിട്ടുള്ള കോഴ്സുകൾ പഠിക്കുക, സർട്ടിഫിക്കേഷനുകൾ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അതോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പഠനം നടത്തിക്കൊണ്ട് അടുത്തൊരു ജോലി വളരെ മികച്ചതും കൂടുതൽ വരുമാനം കിട്ടുന്നതുമായിട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് ഈ 30 വയസ്സിന് മുൻപ്. ടേം ഇൻഷുറൻസ് പ്രോഡക്റ്റുകളൊക്കെ 30 വയസ്സിന് മുൻപ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രീമിയത്തിൽ വളരെ വലിയ കവറേജ് കിട്ടുന്നതിനായിട്ടുള്ള സാധ്യതയുണ്ട്. ടേം ഇൻഷുറൻസും നോർമൽ ഹെൽത്ത് ഇൻഷുറൻസും മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മറ്റൊരു തരം ഇൻഷുറൻസും നമുക്ക് യോജിക്കുന്നതല്ല. ഇൻഷുറൻസിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റുകളും എടുക്കരുത് എന്നുള്ളതാണ് അതിനോട് അനുബന്ധമായിട്ട് പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു 3 മാസത്തേക്കുള്ള ചെലവിനുള്ള പൈസ കരുതുക എന്നുള്ളത് നന്നായിരിക്കും. അതും കൂടെ ചെയ്യുക. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ 30 വയസ്സിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം.
31 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് വിവാഹം ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിവാഹ പ്രായമായിട്ടുണ്ടാവും, കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു സമയമൊക്കെ. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ലോണുകൾ ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എടുക്കാവുന്ന ആകെ ഒരു ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം ലോൺ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുണ്ടെങ്കിൽ ഒരു ഹോം ലോൺ എടുത്തുകൊണ്ട് വീട് വെക്കാം. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ലോണിലും പോയി തലവെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 വർഷം പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി വാങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ലോൺ എടുത്തുകൊണ്ട് വണ്ടി വാങ്ങുക എന്നുള്ളതൊക്കെ ഫിനാൻഷ്യലി നോക്കുമ്പോൾ ഒട്ടും നല്ല ഒരു തീരുമാനമല്ല. 31 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ്. നമ്മളുടെ വരുമാനത്തിനേക്കാൾ കവിഞ്ഞിട്ടുള്ള രീതിയിലുള്ള എക്സ്പെൻസ് കൂടും. അതായത് ഇപ്പോൾ 10,000 രൂപയുടെ ഫോൺ മേടിച്ചുകൊണ്ടിരുന്ന ആൾ മിക്കവാറും ഒരു ഐഫോൺ ഒക്കെ ആയിരിക്കും മേടിക്കുക. 10-15 ഇരട്ടി വിലയുള്ള ഐഫോൺ ഒക്കെ ആയിരിക്കും മേടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു കാറിൽ പോയിക്കൊണ്ടിരുന്ന ആള് ചിലപ്പോൾ SUV-കൾ ഒക്കെ മേടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ വരുമാനം കൂടുന്നതിനേക്കാൾ വലിയ രീതിയിൽ എക്സ്പെൻസ് കൂടുന്ന സംവിധാനത്തിനെയാണ് എന്ത് പറയുക, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുക. ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ് മിക്കവാറും ആളുകളുടെ, പ്രത്യേകിച്ചും മലയാളികളുടെ സാമ്പത്തിക സ്ഥിതിയെ തകിടം മറിക്കുന്നത് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അടുത്തൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു മെഡിക്കൽ ഇൻഷുറൻസ്, ഫാമിലി ഫ്ലോട്ടർ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടേം ഇൻഷുറൻസ് കവറേജ്, നിങ്ങൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 1 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് ആയിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നോക്കുമ്പോൾ 2 കോടി രൂപയാണ് നിങ്ങൾ ഇല്ലാതായാൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി വരിക എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മുടെ ടേം ഇൻഷുറൻസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 31 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾ ഏകദേശം ഒരു വർഷത്തേക്കൊക്കെയുള്ള ഒരു എക്സ്പെൻസിനുള്ള പൈസ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഒരു 20,000 രൂപയാണ് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എങ്കിൽ ഒരു 2-2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സേവിങ്സോ മറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ 31 വയസ്സ് വരെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെ ബാങ്കുകളിലോ അല്ലാതെ മ്യൂച്വൽ ഫണ്ടുകളുടെ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മന്ത്ലി ഒക്കെ അടക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ചെയ്യേണ്ടത്. 41 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾ പറഞ്ഞാൽ ഏകദേശം കരിയറിന്റെ ഒക്കെ അവസാനത്തിന്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുള്ള ഒരാളൊക്കെ ആയിരിക്കും. അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കുട്ടികൾ വളർന്ന് പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ഗോളുകൾ, ഫിനാൻഷ്യൽ ഗോളുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് കുട്ടികൾ 2 പേരുണ്ടെങ്കിൽ 2 പേരുടെയും വിദ്യാഭ്യാസം ഏത് സമയത്താണ് നടക്കുക, അതിന് എന്തുമാത്രം എമൗണ്ട് വേണം എന്നുള്ളതിനൊക്കെ അനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണം. അതുപോലെ റിട്ടയർമെന്റ് 50 വയസ്സിൽ 55 വയസ്സിലൊക്കെ റിട്ടയർ ആവാൻ ഉദ്ദേശിക്കുന്ന ആളുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തുമാത്രം പൈസ വേണം, അതിന് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 41 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മിനിമം ഒരു 3 വർഷത്തേക്കുള്ള ഒരു എമർജൻസി ഫണ്ട് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അങ്ങനെ നമ്മൾ ഗോളുകളിലേക്ക്, നമ്മുടെ ഫിനാൻഷ്യൽ ഗോളുകളിലേക്ക് എത്തുകയും അതോടൊപ്പം അത്യാവശ്യം നല്ല ഇൻഷുറൻസുകളും അത്യാവശ്യം നല്ല ഒരു സേവിങ്സും ഉണ്ടാക്കി വെച്ചിട്ട് വേണം നിങ്ങളുടെ 50കളിലേക്ക് പ്രവേശിക്കുന്നത്. 50 മുതൽ മുകളിലേക്കുള്ള ആളുകൾ പുതിയതായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ എങ്ങനെ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാം, നമ്മളുടെ റിട്ടയർമെന്റ് ജീവിതം അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവിതം എങ്ങനെ നല്ല രീതിയിൽ ചെലവഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ റിസ്ക് ഉള്ള പരിപാടികളിലേക്കൊന്നും പരമാവധി പോവാതിരിക്കുക. എപ്പോഴും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല ലാഭം കിട്ടുന്ന ഇൻസ്ട്രുമെന്റുകളും വേണം, അതോടൊപ്പം തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ വരുമാനം കിട്ടുന്ന ഇൻസ്ട്രുമെന്റുകളിലും ഉണ്ടായിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിനും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുന്നവരും നമ്മളുടെ ചികിത്സാ ചെലവ് കൂടി വരികയാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 50 വയസ്സിന് മേലുള്ള ആളുകൾക്ക് അത്യാവശ്യം നല്ല ഒരു കോർപ്പസ് കയ്യിലുണ്ടാവണം. നമ്മൾ ഭാവി ജീവിതത്തിലേക്ക് നമ്മൾക്ക് അതിൽ നിന്ന് തിരികെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു 5 വർഷം അതിൽ കൂടുതലോ സമയം നമ്മൾക്ക് മറ്റു വരുമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്പെൻസ് കിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിൽ ഒരു വർഷം 1 ലക്ഷം രൂപ എക്സ്പെൻസിന് മാത്രമായിട്ട് ചെലവ് മാത്രമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയോ അതിൽ കൂടുതലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലോ ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. മറ്റുള്ള നിക്ഷേപങ്ങളും അതിനനുസരിച്ച് ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓരോരുത്തർക്കും അതിന്റെ എമൗണ്ടുകളും പ്ലാനുകളും പദ്ധതികളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചോദിക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പിലും നമ്മൾ ചെയ്യേണ്ടത് വേറെ രീതിയിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ തുടങ്ങിയതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്
ആയിട്ടാണ് അവസാനം വരെ പോകുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറന്നു.